31 വർഷങ്ങൾക്ക് മുൻപ് മലയാളത്തിലെ പ്രസിദ്ധ സംവിധായകൻ ഫാസിൽ അഭ്രപാളികളിൽ രചിച്ച മാസ്മരിക ചലച്ചിത്രം. മലയാളികളുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്ന സൈക്കോ ത്രില്ലർ മണിച്ചിത്രത്താഴ്. മോഹൻലാലും ശോഭനയും തിലകനും നെടുമുടി വേണുവും അടക്കം മലയാളത്തിലെ പകരം വയ്ക്കാനില്ലാത്ത നടീനടന്മാർ വിസ്മയ കാഴ്ച ഒരുക്കിയ മണിച്ചിത്രത്താഴ് എന്ന ചലച്ചിത്രത്തിന് സ്മാർട്ട് കിഡീസ് ഇൻ്റർനാഷണൽ സ്കൂളിലെ കുരുന്നു പ്രതിഭകൾ അണിയിച്ചൊരുക്കുന്ന ദൃശ്യാവിഷ്കാരം. പൂക്കാലം വഴിതെറ്റിപ്പോയിട്ടങ്ങൊരു നാളും പൂക്കാമാങ്കൊമ്പിൽ. അല്ല, ഇന്നെന്താ ചന്തു ദേഹമാസകലം കുറിയൊക്കെ വരച്ച്? അച്ഛ, ഇത് കുറി വരച്ചതല്ല, പൂച്ച മാന്തിയ സ്ഥലത്തെ ഓയിൽമെന്റ് തേച്ചതാ. ഇന്ന് കൽക്കട്ടയിൽ നിന്നും നകുലനും ഭാര്യയും വരുന്ന ദിവസമാ. അച്ഛന്റെ കരുനാക്ക ദാ അവരെത്തി. അമ്മാമേ, അമ്മാമേ. മോളെ അല്ലി, ശ്രീദേവി, ഇതാരൊക്കെയാ വന്നിരിക്കണേ നോക്കിയേ. കൽക്കട്ട പോയതിനു ശേഷം നകുലേട്ടനാകെ അങ്ങ് കരിക്കട്ട പോലെയായി. അമ്മാമേ, അമ്മാമയെ കിടലം കൊള്ളിക്കുന്ന പരമരഹസ്യം പോക്കറ്റിലിട്ട് അമ്മാനമടുക്കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്താ അമ്മാമേ, ഞാൻ ഇനി കൽക്കട്ടയിലേക്ക് പോകുന്നില്ല. നന്നായി, ഇനി എല്ലാവർക്കും പട്ടിണി കിടന്ന് ചാകാം. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോന്ന് അറിയില്ല, നാടൻപള്ളിയിൽ യക്ഷിയുണ്ട്. ചന്തു, തെക്കിനി ആരോ തുറന്നിരിക്കണു. ഇവിടെ ഈ അനർത്ഥങ്ങൾ നടന്ന വിവരം എത്രയും പെട്ടെന്ന് ബ്രഹ്മദത്തൻ തിരുമേനി അറിയിക്കാ. അത് തന്നെയാണോ ചോദിക്കുന്നത്? നീ ആരാണെന്ന് നിനക്കറിയില്ലെങ്കിൽ നീ എന്നോട് ചോദിച്ചു നീ ആരാണെന്ന്. അപ്പൊ നിനക്ക് ഞാൻ പറഞ്ഞുതരാം നീ ആരാണെന്ന് ഞാൻ ആരാണെന്ന്. ഞാൻ താൻ ശങ്കരൻ തമ്പി. നീ ആരാടി? നാഗവല്ലി. ഇന്ന് ദുർഗാഷ്ടമി. ഇന്ന് ഗംഗയിലെ മാനസിക രോഗി പൂർവാധികം ശക്തി പ്രാപിക്കും. ഹോമം, കുടിയിരുത്തൽ, ആവാഹനം, ബാധയൊഴിപ്പിക്കൽ, അങ്ങനെ ചടങ്ങുകൾ ഏത് തന്നെ ആയാലും കലണ്ടർ മനോരമ തന്നെ. അയ്യേ, തിരുമേനി എന്താ ഈ പറയുന്നത്? യു ഷുഡ് അബൌട്ട് സീരിയസ്ലി. എന്ന് വെച്ചാൽ രാമനാഥൻ വന്നാൽ മാത്രമേ ബാധ ഒഴിയൂ. നോക്കി നിൽക്കാതെ നകുലിന്റെ ഡമ്മി എടുക്കാൻ. ഓം ശ്രീം
கொல்லணும். என்ன விடு. துரோகி. விடு. என்ன போக விடு. நான் அவனை கொல்லணும். விடு. ആരാണ്? சொல்ல மாட்டேன். ആരാണ് നീ? சொல்ல மாட்டேன். പറയില്ലേ? சொல்ல மாட்டேன். ഇരിക്ക. ആ കളത്തിലിരിക്കാൻ നീ എന്തിനു വന്നു? கொல்றதுக்கு. ആരെ? அவனை கொல்றதுக்கு. இன்னைக்கு துர்காஷ்டமி. അവനെ കൊന്ന് അവൻ രക്തത്തെ ഞാൻ കുടിക്കണം. അവനെ കൊല്ലാൻ നിന്നെ ഞാൻ സഹായിക്കാം. അവനെ കൊന്ന് നിന്റെ പ്രതികാരം അടങ്ങിക്കഴിഞ്ഞാൽ ഈ ദേഹം വിട്ടു പോവോ? സത്യം? സത്യം. 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 കൊണ്ടുപോ അവനെ. நான் அவனை கொல்ல போறேன். அவன் ரத்தத்தை குடிக்க போறேன். இன்னைக்கு துர்காஷ்டமி. உன்னை கொல்ல போறேன். உன் ரத்தத்தை குடிக்க போறேன். என் ரத்தத்தை தீர்த்துக்க போறேன். விடுங்க என்ன. அவனை கொல்லணும். കൊല്ല.